ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്ക് വായിക്കാം. മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വായിക്കാം. മർക്കോസ് 9:18. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വളരെ ദയനീയമായ ഒരു അനുഭവമുള്ളൊരു മനുഷ്യനാണ് വന്നിരിക്കുന്നത്. വളരെ വിഷമിച്ചാണ് വന്നിരിക്കുന്നത്. മകനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. മകനെയും കൊണ്ട്. മകൻ ഒരു ദുരാത്മാവ് ബാധിച്ചവനാണ്. ദുരാത്മാവ് ബാധിച്ച മകൻ. ആ മകനെയും കൊണ്ടാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ യേശുവിനെ കാണാൻ കിട്ടുന്നില്ല. അന്വേഷിച്ചു, യേശു ഇവിടെ ഇല്ല. എവിടെയാണ്? യേശു താബോറിൻ്റെ മുകളിലേക്ക് കയറി പോയിരിക്കുകയാണ്. താബോർ മലയിലേക്ക് കയറി പോയിരിക്കുകയാണ്. എപ്പോഴാണ് വരുന്നത് അറിയാൻ പാടില്ല. അപ്പോൾ ഈ അപ്പൻ സ്വന്തം മകനെ, കർത്താവിൻ്റെ ശിഷ്യന്മാർ 9 പേര് താഴെ നിൽക്കുന്നുണ്ട്. 3 പേരെയാണ് കർത്താവ് കൂടെ കൊണ്ടുപോയത്. താബോറിലേക്ക് പോയപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂടെ കൊണ്ടുപോയി. എന്നാൽ ബാക്കി 9 ശിഷ്യന്മാർ കൂടെയുണ്ട്. അവർ ഇവിടെ താഴ്വരയിലാണ്. താഴ്വരയിലുള്ള ശിഷ്യന്മാരുടെ അടുക്കൽ ഇവനെ കൊണ്ടുവന്നു. ഇവൻ്റെ മേലുള്ള ഈ ഭൂതത്തെ ഒന്ന് മാറ്റി തരണം, ഈ ദുരാത്മാവിനെ ഒന്ന് നീക്കി തരണം. കർത്താവിൻ്റെ അടുക്കലേക്കാണ് ഞങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ കർത്താവിനെ കാണാൻ കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇവരെ ഒന്ന് സഹായിക്കണം. ഇവനിൽ ദുർഭൂതം ബാധിച്ചിരിക്കുകയാണ്. ഇവനെ പലപ്പോഴും തള്ളിയിടുന്നു. വായിൽ നിന്ന് നൊരയും പതയും വരുന്നു. അവൻ വരണ്ടു പോകുന്നു. അങ്ങ് സ്റ്റിഫായി പോകുന്നു. അങ്ങ് വെട്ടിയിട്ട തടി പോലെ അനങ്ങാതെ കിടക്കും. കുറേ നേരം കിടന്ന് ഉരുളും. കുറേ നേരം വായിൽ നിന്ന് നൊരയും പതയും വരും. പിന്നെ എന്തെല്ലാമോ ചില അപശബ്ദങ്ങളുണ്ടാകും. ചിലപ്പോൾ ഇടയ്ക്ക് അലർച്ചയോ ആക്രോശമോ ഉണ്ടാകും. എന്നിട്ട് പാവം അവൻ വെട്ടിയിട്ട തടി പോലെ താഴെ കിടക്കും. സ്റ്റിഫാകും. വരണ്ടു പോകുന്നു. ഇവനെ ഒന്ന് സൗഖ്യമാക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വരൾച്ചയെക്കുറിച്ചാണ്. വരണ്ടു പോകുന്ന അനുഭവം, വരൾച്ച. അനേകരുടെ ജീവിതത്തിൽ നിന്ന് വരൾച്ചയാണ്. ഒരു നാമ്പ് കിളിർക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. വരണ്ട അനുഭവം. അനേകരുടെ ജീവിതത്തിൽ ഭാവിയെക്കുറിച്ച് ഒരു ആശയ്ക്ക് വകയില്ല. ഏത് വഴിക്ക് നോക്കിയാലും പ്രതീക്ഷയില്ല. എല്ലാ വാതിലും അടഞ്ഞു, എല്ലാ വഴിയും അടഞ്ഞു. ഒരു കൈത്താങ്ങ് തരാൻ ആരുമില്ല. ഒരു നല്ല വാക്ക് പറയാനും ആരുമില്ല. എൻ്റെ പ്രയാസത്തിൽ സഹതാപം കാണിക്കാൻ ആരുമില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നതിൽ ഒരു സ്നേഹം ആർക്കുമില്ല എന്നോട്. ഞാൻ ഇന്ന് ഏകാഗിയായി വലയുകയാണ്. അനേകരങ്ങനെയാണ്. വരണ്ട അനുഭവം, വരൾച്ചയാണ്. ഏത് വഴിക്ക് നോക്കിയാലും വരൾച്ചയാണ്. എവിടെ നോക്കിയാലും, എങ്ങനെ നോക്കിയാലും വരണ്ട അനുഭവം. നിങ്ങൾക്ക് അനുഭവം ഇല്ലേ? ചിലർക്ക് അല്ല, പലർക്കും വരണ്ട അനുഭവം. കൈ വരണ്ടിരിക്കുന്നു, പൈസയില്ല. വരൾച്ചയാണ്. ആവശ്യത്തിന് പൈസയില്ല. മോന് ഫീസ് കൊടുക്കണം, പക്ഷേ പൈസയില്ല. മോൾക്ക് ഡ്രസ്സ് വാങ്ങണം, പക്ഷേ പൈസയില്ല. ഭാര്യയുടെ ഡ്രസ്സെല്ലാം കയറിപ്പോയി, പൈസയില്ല. ആകെ വലഞ്ഞിരിക്കുന്നു. ചികിത്സയ്ക്കോ രൂപയില്ല. എന്നാൽ മാറി മാറി രോഗം വരികയും ചെയ്യുന്നു. ചികിത്സയ്ക്ക് മാർഗമില്ല. വലിയൊരു കടമാണ് വന്ന് കൂടിയത്. ഈ കടം വീട്ടാനൊരു മാർഗവുമില്ല. വരണ്ടിരിക്കുന്നു. എല്ലാം വരൾച്ച. ആരോഗ്യം വരണ്ടിരിക്കുന്നു. സമ്പത്ത് വരണ്ടിരിക്കുന്നു. സമാധാനം വരണ്ടിരിക്കുന്നു. സ്നേഹം വരണ്ടിരിക്കുന്നു. വിശ്വാസം വരണ്ടിരിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ പുഷ്ടിയെല്ലാം വരണ്ടു പോയി. ഒരാക്കമില്ല. വരൾച്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, കുറച്ച് വളർന്നു, അവിടെ മുരടിച്ച് നിൽക്കുകയാണ്. എവിടെ വരെ വന്നോ അവിടെ മുരടിച്ച് നിൽക്കുന്നു, വരണ്ടിരിക്കുന്നു. വരൾച്ചയിൽ വലയുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഓർക്കാം അവരവരുടെ ജീവിതം. ഞാൻ ഓർക്കും എൻ്റെ ജീവിതം. നിങ്ങൾക്കും ഓർക്കാം നിങ്ങളുടെ ജീവിതം. വരൾച്ചയുടെ അനുഭവത്തിൽ വലഞ്ഞു പോയ കാലങ്ങൾ, രോഗം മൂലം വലഞ്ഞു പോയ കാലങ്ങൾ. ചികിത്സ. വൈദ്യന്മാരെ കാണുന്നു, ഡോക്ടർമാരെ കാണുന്നു, ചികിത്സ ചെയ്യുന്നു, പലതും ചെയ്യുന്നു. പക്ഷേ ആരോഗ്യം കിട്ടുന്നില്ല, രോഗം മാറുന്നില്ല. ഓരോ കാര്യങ്ങളില്ല നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതെല്ലാം പിന്നെ സഹിക്കാൻ തോന്നുന്നു. സ്നേഹം വരണ്ടുപോയാൽ എന്തു ചെയ്യും? ഭർത്താവിൻ്റെ സ്നേഹം വരണ്ടുപോയി. ഒരിടത്ത് സ്നേഹം ഉണ്ടായിരുന്നു,
വിവാഹം കഴിച്ച കാലത്ത് എന്തൊരു സ്നേഹമായിരുന്നു, എന്തൊരു ഊഷ്മളമായ സ്നേഹത്തിൻ്റെ വികാരമായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം വരണ്ടുപോയി. ഭാര്യയുടെ സ്നേഹം എന്ത് വിനയമായിരുന്നു കല്യാണം കഴിച്ച കാലങ്ങളിൽ, എന്തൊരു കരുണയായിരുന്നു, എത്ര ആർദ്രതയോടെയാണ് ഭർത്താവിൻ്റെ കാര്യം അന്വേഷിച്ചിരുന്നത്. ഇപ്പോൾ മക്കളൊക്കെ ഉണ്ടായി, അപ്പോൾ എന്നോടുള്ള സ്നേഹം കുറഞ്ഞുപോയി, എന്നെയുള്ള കരുതൽ കുറഞ്ഞുപോയി. വരണ്ട അനുഭവം, സ്നേഹം വരണ്ടു പോയവർ. നിങ്ങൾ ഓരോന്ന് ചിന്തിക്കാം, നിങ്ങൾക്ക് ചിന്തിക്കാൻ വക തരികയാണ്. വിശ്വാസം വരണ്ടു പോയി ചിലർക്ക്. ഒരു നല്ല വിശ്വാസമായിരുന്നു, ദൈവത്തിൽ വിശ്വാസം, ദൈവമക്കളിൽ വിശ്വാസം, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസം, നല്ല ഉത്സാഹമായിരുന്നു. ഇപ്പോൾ എന്താ എനിക്കിങ്ങനെ വന്നത്, എൻ്റെ കുടുംബത്തിൽ എന്താ ഇങ്ങനെ വന്നത്, എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ വരണ്ടു പോയത്, എനിക്കെന്താ ഒരു ആക്കം കിട്ടാത്തത്, ഒരു ഉയർച്ച കിട്ടാത്തത്, ഞാൻ എന്താ തൊടുന്നതൊക്കെ പരാജയം, എൻ്റെ ബിസിനസ്സിൽ പരാജയപ്പെടുന്നു, എൻ്റെ കുടുംബജീവിതത്തിൽ പരാജയപ്പെടുന്നു, മാത്രമല്ല എൻ്റെ ചികിത്സകളിൽ പരാജയപ്പെടുന്നു, എൻ്റെ പരീക്ഷകളിൽ പരാജയപ്പെടുന്നു, എൻ്റെ ജോലിയിൽ പരാജയപ്പെടുന്നു, തൊഴിലെല്ലാം പരാജയപ്പെടുന്നു, തൊടുന്നതെല്ലാം പരാജയം. ദൈവം എൻ്റെ കാര്യം മറന്നു കഴിഞ്ഞിരിക്കുമോ, ദൈവം എൻ്റെ കാര്യം ഓർക്കുന്നില്ലായിരിക്കുമോ? ഒരു കാലത്ത് നല്ല വിശ്വാസമായിരുന്നു, ഇന്ന് വിശ്വാസം വരണ്ടുപോയി. ദൈവം എൻ്റെ കാര്യം അന്വേഷിക്കുന്നില്ലായിരിക്കുമോ? ഞാനീ പറയുന്നതൊക്കെ കർത്താവ് കേൾക്കുന്നില്ലായിരിക്കുമോ? എൻ്റെ പ്രാർത്ഥന കർത്താവ് ശ്രദ്ധിക്കുന്നില്ലായിരിക്കുമോ? വരണ്ടുപോയി, വിശ്വാസം വരണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. വരണ്ടുപോയി. ഈ അപ്പൻ മോനെ കൊണ്ട് വരുമ്പോൾ മോനെക്കുറിച്ച് അവന് പറയാനുള്ളത്, അവൻ വരണ്ടു പോകുന്നു, അവൻ സ്റ്റിഫായിരിക്കുന്നു, ചലനമില്ല. ജീവനുണ്ട്, ശ്വാസമുണ്ട്, പക്ഷേ ചലനമില്ല. ഈ എന്തൊരു സങ്കടമാണത്. ജീവനുണ്ടെങ്കിലും ചലനമില്ല. ഇന്ന് അനേകർ അങ്ങനെയാണ്, ക്രിസ്തീയ വിശ്വാസികൾ പലരും അങ്ങനെയാണ്. ജീവനുണ്ട്, പക്ഷേ ചലനമില്ല, ചൈതന്യമില്ല, ഒരു ഉത്സാഹമില്ല, ആത്മീയമായ കാര്യങ്ങളിൽ ഒരു കുതിപ്പില്ല, ജീവിതത്തിൽ കുതിപ്പില്ല. ദൈവത്തിന് സ്തോത്രം. കുതിച്ച് മുന്നേറേണ്ടതാണ് ജീവിതം, പക്ഷേ എല്ലാം തളർന്നു കിടക്കും, തളർന്നു പോയി. ഈ അപ്പൻ മോനെ കൊണ്ട് വന്നു, കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ അടുക്കൽ കാണിക്കാനാണ് കൊണ്ടുവന്നത്, യേശുവിനെ കാണുന്നില്ലല്ലോ, നിങ്ങളൊന്ന് ഇവനുള്ള ഈ ഭൂതാത്മാവിനെ മാറ്റി തരണം. ഒരു ഊമനായ ആത്മാവ് അവനെ പിടിച്ചിരിക്കുന്നത്, മിണ്ടുകയില്ല. എൻ്റെ മോൻ മിണ്ടുകയില്ല, മിണ്ടാൻ തുടങ്ങിയാൽ അവൻ്റെ വായി തുറക്കുകയില്ല, ശബ്ദം പുറത്തു വരികയില്ല. ഏതോ ഒരു ഊമനായ ആത്മാവിനെ പിടിച്ചിരിക്കുന്നു. കുഞ്ഞുനാളിൽ എങ്ങനെയല്ലായിരുന്നു? കുഞ്ഞുനാളിൽ നല്ലപോലെ നല്ല ചടുലമായി സംസാരിക്കുന്നവനായിരുന്നു, നല്ല ഉത്സാഹമുള്ളവനായിരുന്നു. പക്ഷേ എപ്പോഴോ ഒരു ദുരാത്മാവ് അവനെ പിടിച്ചു, അവനെ ബന്ധിച്ചു, അവന് ഊമനായ ഒരു ആത്മാവിനെ പിടിച്ചു. അവൻ മിണ്ടാട്ടമില്ല, അവൻ മിണ്ടാൻ സാധിക്കില്ല, അവൻ ഊമനായിപ്പോയി. സങ്കടകരമായ കാര്യമാണ്. അപ്പന് സഹിക്കുന്നില്ല. നമുക്ക് ഭാഗം ഒന്ന് വായിച്ചു നോക്കാം, വായിക്കാം. 14 വാക്യം മുതൽ. അവൻ ശിഷ്യന്മാരുടെ അടുക്ക വന്നാറെ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്നവനെ വന്ദിച്ചു. അവൻ അവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരോ, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുത്തരം പറഞ്ഞു. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും? ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർ ഇത്രയും നാൾ കർത്താവിൻ്റെ കൂടെ നടന്ന്, കർത്താവിൻ്റെ കൂടെ ജീവിച്ച്, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ട് വിശ്വാസികളായി നിൽക്കുന്ന ശിഷ്യന്മാരാണ്, കൂടെ നടക്കുന്നവരാണ്. അവർക്ക് ഒരു വിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. ഒരു പ്രശ്നവുമായി വരുന്ന ഒരാളുടെ പ്രശ്നം തീർക്കാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ജീവിതത്തിൽ യാതനയുമായി വരുന്ന ഒരാളുടെ ജീവിത യാതനകളെ ദൂരീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നു, പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. എൻ്റെ മകൻ്റെ സ്ഥിതിയോ എന്താണോ എൻ്റെ സ്ഥിതി? ഊമനായ ആത്മാവുള്ള എൻ്റെ മകൻ, അവനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, നിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. ചിലപ്പോൾ റോഡിലായിരിക്കും, ചിലപ്പോൾ ഭക്ഷണത്തിനായിരിക്കുമ്പോഴായിരിക്കും, എപ്പോഴോ ഏത് സമയത്തും ഏതെങ്കിലും സമയത്ത് വരാം. ഈ ദുരാത്മാവ് വന്ന് പിടിച്ചാൽ അവൻ തള്ളിയിടും, താഴെ വീഴും. ഇതൊരു ദയനീയമായ സ്ഥിതിയാണ്.
അത് അവനെ ഏത് നേരത്തെ പിടിച്ചാലും എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. സ്തോത്രം. നുരയ്ക്കുന്നു, പല്ല് കടിക്കുന്നു, വരണ്ടു പോകുന്നു. കുറേ നേരം നുരയും പതയും, കുറേ നേരം പല്ല് കടിക്കുകയും ചില ആക്രോശങ്ങൾ, ചില അപശബ്ദങ്ങളൊക്കെ വരും. പിന്നെ അതുകൊണ്ട് അവൻ വെട്ടിയിട്ട തടി പോലെ അവൻ അനങ്ങാതെ കിടക്കും, വരണ്ടു പോകുന്നു. ശിഷ്യന്മാരോട് ചോദിച്ചു ഇവനെ സൗഖ്യമാക്കണമെന്ന്. അവർക്ക് സാധിച്ചില്ല. അത് അവൻ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും? ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇത്ര അവിശ്വാസികളായി പോയല്ലോ. ഒരാവശ്യക്കാരൻ വന്നപ്പോൾ അവൻ സഹായിക്കാൻ കഴിയാതെ പോയല്ലോ. അത്യാവശ്യക്കാരൻ വന്നപ്പോൾ അവനെ തക്ക സമയത്ത് സഹായിക്കേണ്ടത് നിങ്ങളല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ നടന്നവരല്ലേ? ഈ വലിയ ശുശ്രൂഷ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചത്. ഈ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആ അധികാരം നിങ്ങൾക്ക് ലഭിച്ചതല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാൻ പോയത്? നിങ്ങളുടെ അവിശ്വാസം. അനേകരങ്ങനെയാണ്. അവിശ്വാസം, ചിലർക്ക് അവിശ്വാസം, ചിലർക്ക് അല്പവിശ്വാസം, ചിലർക്ക് അന്ധവിശ്വാസം, ചിലർക്ക് സാക്ഷാൽ വിശ്വാസം, വലിയ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. അല്പവിശ്വാസമുള്ളവരുണ്ട്. വിശ്വാസമില്ലേ? ഉണ്ട്. കർത്താവാണ് പ്രവർത്തിക്കുന്നറിയാം, ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നറിയാം. ഒരല്പവിശ്വാസമുണ്ട്. പക്ഷേ തികഞ്ഞ വിശ്വാസമില്ല. കടുകുണിയോളം വിശ്വാസമില്ല. കടുകുണി എത്ര ചെറുതാണെങ്കിലും അതിനകത്ത് അതിൻ്റെ കാമ്പ് നിറഞ്ഞ് മുറ്റി നിൽക്കുകയാണ്. അതുപോലെ മുറ്റിയ വിശ്വാസമില്ല, നിറഞ്ഞ വിശ്വാസമില്ല. കടുകുണി പോലെ നിറഞ്ഞ വിശ്വാസമില്ല. അല്പവിശ്വാസമുണ്ട്. ചിലർ അന്ധവിശ്വാസമുള്ളവരാണ്. അന്ധവിശ്വാസങ്ങൾ, അബദ്ധവിശ്വാസങ്ങൾ, ദുരാത്മബന്ധനങ്ങൾ, അല്പവിശ്വാസങ്ങൾ. അന്ധവിശ്വാസം എന്തെല്ലാമാണ്? നടന്ന് തീർത്ഥയാത്ര പോയാൽ പ്രത്യേക അനുഗ്രഹം. ഈ അന്ധവിശ്വാസങ്ങളെല്ലാം പാടെ തൂത്തെറിഞ്ഞ് കളയണം. അന്ധവിശ്വാസങ്ങൾ. ചിലർക്ക് അല്പവിശ്വാസമുണ്ട്, പോരാ. അന്ധവിശ്വാസം, അല്പവിശ്വാസം, അവിശ്വാസം. അനേകരിന്ന് ഇതുപോലെയുള്ള അപകടങ്ങളിൽപ്പെട്ട് കിടക്കുകയാണ്, കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. അപകടം. ദൈവത്തിന് സ്തോത്രം. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഒരു വിശ്വാസം കിട്ടുന്നെങ്കിൽ മഹാഭാഗ്യമാണ്. വിശ്വാസം ഒരു വരദാനമാണ്. വിശ്വാസം ദൈവം തരുന്നൊരു കൃപയാണ്. വിശ്വസിക്കാൻ സാധിക്കുന്നതിൽ മഹാഭാഗ്യമാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത്. എന്നെ എപ്പോഴും കാണുന്ന എൻ്റെ യേശു ജീവിക്കുന്നു. അവൻ എൻ്റെ പുറം മാത്രമല്ല, അവൻ എൻ്റെ ഹൃദയം കാണുന്നു. ഒരു നാൾ അവൻ മടങ്ങി വരും. അവൻ്റെ ക്രൂശില മരണത്തിൽ ആശ്രയിച്ച് തിരക്തത്തിൽ ശരണപ്പെട്ട് സത്യമാനസാന്തരം അനുഭവിച്ച് കഴിഞ്ഞാൽ മാത്രമേ അവൻ രണ്ടാമത് വരുമ്പോൾ അവൻ്റെ അടുക്കിലേക്ക് ഞാൻ ചേർക്കപ്പെടുകയുള്ളൂ. നിത്യസ്വർഗത്തിൻ്റെ അവകാശിയാകണമെങ്കിൽ അവൻ്റെ തിരക്തത്തിൽ ഞാൻ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. ക്രിസ്തുവിൽ കൂടി മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശനമുള്ളൂ എന്നിങ്ങനെയുള്ളതായ പൂർണ്ണ വിശ്വാസം. അതാണ് വിശ്വാസം. ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിലായിരിക്കുന്ന വിശ്വാസം. ഒരു വ്യക്തിയിലുമാകരുത്. എന്നിൽ നിങ്ങൾ ആശ്രയിക്കരുത്, എന്നെ ആശ്രയിക്കരുത്. ഞാൻ നിങ്ങളെപ്പോൾ സാധാരണ മനുഷ്യൻ, ബലഹീനതയുള്ള മനുഷ്യൻ, പോരായ്മയുള്ള മനുഷ്യൻ. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയാമോ, എനിക്കുമുണ്ട് അപരാധികൾ, എനിക്കുമുണ്ട് ദുഃഖങ്ങൾ, എനിക്കുമുണ്ട് പ്രതിസന്ധികൾ ഉണ്ട്. പക്ഷേ ഒരു നീക്കുപോക്ക് കർത്താവ് തരുന്നു, ഒരു പോക്കുവഴി കർത്താവ് തരുന്നു, നടത്തിക്കൊണ്ട് പോകുന്നു. സ്തോത്രം. ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കണം. ക്രിസ്തു മാത്രം. ഒരു ഭക്തനിലും ആശ്രയിച്ചു പോകരുത്, ഒരു വിശുദ്ധനിലും ആശ്രയിച്ചു പോകരുത്. ക്ഷമിക്കണം, ഒരു കവറിടത്തിലും ആശ്രയിച്ചു പോകരുത്. നിങ്ങൾ ഒരു വിശുദ്ധനിലും ആശ്രയിച്ചു പോകരുത്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന മനുഷ്യനാണ്. പരിശുദ്ധന്മാരെ ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവരെ ഞാൻ ആരാധിക്കുകയില്ല. ആരാധനയ്ക്ക് യോഗ്യൻ ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവരുടെ ക്രൂശിലെ തിരക്തമാണ് എനിക്ക് മോചനം തരുന്നത്. അന്ധവിശ്വാസത്തിൽ മൂടിപ്പോയ ജനം, അബദ്ധവിശ്വാസത്തിൽ അടിഞ്ഞുപോയ ജനം, അവിശ്വാസമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളോട് ഇരിക്കും. നിങ്ങൾ അവിശ്വാസമുള്ളവർ, സത്യവിശ്വാസത്തെ വിട്ടുപോയി.
ചിലർ ഇപ്പോഴും പരിശുദ്ധന്മാരോടാണ് പ്രാർത്ഥിക്കുന്നത്, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഞാൻ കന്യമാതാവിനെ ആദരിക്കുന്നു, കന്യമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഞാൻ അഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞാൻ വചനം പറയാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പരിശുദ്ധന്മാരെ, പ്രത്യേകിച്ച് പത്രോസ് പൗലോസ്യന്മാരെ ഓർത്തിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഒരു കാലത്ത് ലോകത്തെ കീഴ്മേൽ മറിച്ച അപ്പോസ്തലന്മാരെ ഓർത്ത് അവരുടെ മധ്യസ്ഥയിൽ ശരണപ്പെട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. എനിക്കറിയാം, വിശുദ്ധന്മാർ, വാങ്ങിപ്പോയവർ, അവരിന്നും ജീവിക്കുന്നുണ്ട്. പരിശുദ്ധന്മാരോടുള്ള സംസർഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധന്മാരെ ആദരിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ പരിശുദ്ധന്മാരുടെ കബറിടത്തിൽ പോയി ആശ്രയിക്കുകയില്ല. കബറിടം ബഹുമാന്യമാണ്, ആദരണീയമാണ്, തീർച്ചയായും ആദരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആരാധിക്കാനുള്ളതല്ല. ഇന്ന് അനേകർ പരിശുദ്ധന്മാരിൽ ആശ്രയിക്കുന്നു. അനേകരിന്ന് കബറിടങ്ങളിൽ ആശ്രയിക്കുന്നു. കബറിടങ്ങളിലേക്ക് തീർത്ഥയാത്ര പോകുന്നു. തീർത്ഥയാത്ര പോകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ മാലിന്യം മാറ്റുന്ന കാര്യം ചിന്തിക്കുന്നില്ല. ഹൃദയത്തിൽ തിന്മ മാറ്റുന്ന കാര്യം ചിന്തിക്കുന്നില്ല. വഴക്കും പിണക്കവും വൈരാഗ്യവും ഹൃദയത്തിൽ വെച്ചുകൊണ്ട് കുടുംബത്തിലെ ചില ശാപങ്ങൾ മാറാനായിട്ട് തീർത്ഥയാത്ര പോകുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ നിന്ന് പാപം മാറട്ടെ. പാപം മാറുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെ രക്ഷിക്കും. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങൾ വിടുവിക്കും. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് മോചനം തരും. ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് രക്ഷ തരും. യേശുക്രിസ്തുവിനുള്ളതായ രക്ഷ മറ്റൊരുത്തലിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. പത്രോസ് പറഞ്ഞതാണ് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വായിക്കാം, അപ്പോസ്തല പ്രവൃത്തി 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. വേറൊരു നാമവുമില്ല. രക്ഷിക്കപ്പെടാനൊരു നാമമുണ്ട്. അത് യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ നിങ്ങൾ വിളിക്കുക. എൻ്റെ യേശുവേ, എൻ്റെ കുടുംബത്തിൽ ഒരു ശാപം വന്നിരിക്കുന്നു, എൻ്റെ മക്കൾക്ക് ഒരു ശാപം നേരിട്ടിരിക്കുന്നു. കർത്താവേ, ഞാൻ വേറെ എവിടെ പോകും? ആർക്കും സഹായിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ പള്ളികളിൽ പോയി, ഞാൻ പെരുന്നാളുകളിൽ പോയി, ഞാൻ തീർത്ഥയാത്രകൾക്ക് പോയി, 12 ശനിയാഴ്ചകൾ ഞാൻ ഒരു പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയി. കർത്താവേ, ഞാൻ ആണ്ടുനോമ്പ് നോക്കി ആണ്ടുനോമ്പ് അനേകർക്ക് ധർമ്മം കൊടുത്തു നോക്കി. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതുകൊണ്ടൊന്നും ആത്മാവ് രക്ഷപ്പെടുകയില്ല. ആത്മാവ് രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ആശ്രയിക്കണം. യേശു ക്രിസ്തുവിൻ്റെ രക്തം, അതാണ് സകല പാപവും പോക്കി മോചിക്കുന്നത്, സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നത്. സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ആശ്രയിച്ചല്ലാതെ നിങ്ങൾക്ക് മോചനമില്ല. നിങ്ങൾ ഏത് സഭയിലുള്ളവരാണെങ്കിൽ ആ സഭയ്ക്ക് തന്നെ ഉറച്ചു നിന്നുകൊള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, സഭയൊന്നും മാറണ്ട. പക്ഷേ നിങ്ങളുടെ ഹൃദയം മാറും, നിങ്ങളുടെ അന്ധവിശ്വാസം മാറും, അബദ്ധ ആചാരങ്ങൾ മാറും, നിങ്ങളുടെ ദുരഭിമാനങ്ങൾ മാറും, ദുരാചാരങ്ങൾ മാറും, നിങ്ങളുടെ ജീവിതത്തിലെ അവിശ്വാസം മാറും, അവിശ്വാസവും കോട്ടവും മാറും. ക്രിസ്തുവിൽ ഏകാഗ്രതയോടെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഞാൻ പറയുകയാണ്, തുറന്നു പറയുകയാണ്, നിങ്ങൾ ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ നിരന്തരം വന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുകയില്ല. കാണേണ്ടവനെ കാണാതെ നിങ്ങൾ വന്നാലും രക്ഷപ്പെടുകയില്ല. കാണേണ്ടവൻ ഒരാളാണ് ഒരാൾ മാത്രമാണ്. കാണേണ്ടവനെ കാണണം. അതാരാണ്? അത് യേശു ക്രിസ്തുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിശ്വാസത്തെ ശാസിച്ച് മാറ്റാൻ കർത്താവായ യേശു കണ്ടിരിക്കുന്ന മനോഹരമായ സമയമാണിത്. അന്ധവിശ്വാസങ്ങൾ കടപുഴക്കി കളയാൻ കർത്താവ് കണ്ടിരിക്കുന്ന സമയമാണിത്. അന്ധവിശ്വാസങ്ങൾ, അബദ്ധാചാരങ്ങൾ എല്ലാം മാറണം. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസം പുനഃസ്ഥാപിച്ചെടുക്കണം. യേശു ക്രിസ്തുള്ള വിശ്വാസം, പാവിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷകനുള്ള വിശ്വാസം. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഏകജാതനായ പുത്രനിൽ കൂടി മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അവനിൽ കൂടി മാത്രമേ നിത്യജീവനുള്ളൂ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം ഞാൻ കടന്നു പോകും, നിങ്ങളും കടന്നു പോകും. നിങ്ങൾക്കറിയരുതോ? ഒരു ദിവസം, ഒരുപക്ഷേ അത് അടുത്താകാം, അല്ല അകലെയാകാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവിനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാം. എൻ്റെ കർത്താവേ, എന്നോട് മനസ്സലിയണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാവങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ അന്ധവിശ്വാസം ക്ഷമിക്കണമേ, എൻ്റെ അവിശ്വാസം ക്ഷമിക്കണമേ, എൻ്റെ അല്പവിശ്വാസം ക്ഷമിക്കണമേ. ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ തിരുമുമ്പാകെ ഞാൻ വരികയാണ്.
എൻ്റെ കുടുംബത്തിൻ്റെ ശാപം മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എൻ്റെ മേലുള്ള ശാപം മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. രക്ഷക, നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നിൻ്റെ തിരക്കത്തിന് മാത്രമേ എന്നെ വിടുവിക്കാൻ സാധിക്കുകയുള്ളൂ. ദുഷ്ടപ്പിശാച് എൻ്റെ കുടുംബത്തെ വലയം ചെയ്തിരിക്കുന്നു. ദുഷ്ടപ്പിശാച് എൻ്റെ കുടുംബത്തെ മൂടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ വീടിന് ചുറ്റും വലിയൊരു പെരുമ്പാമ്പ് വളഞ്ഞിരിക്കുന്നു. എൻ്റെ കർത്താവേ, ദുഷ്ടപ്പിശാച് എൻ്റെ കുടുംബത്തെ വളഞ്ഞിരിക്കുന്നു. എൻ്റെ മക്കളെ അവൻ വലിച്ചു കൊണ്ടുപോകുന്നു. മക്കളെ അവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ഭാര്യയെ അവൻ വിഴുങ്ങുന്നു. എൻ്റെ ഭർത്താവിനെ അവൻ വിഴുങ്ങുന്നു. ഭർത്താവിനെ മദ്യപാനത്തിലേക്ക് അവൻ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. മോനെ കഞ്ചാവിലേക്ക് അവൻ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. എൻ്റെ കർത്താവേ, മോളെ പ്രണയക്കുരുക്കിലേക്ക് അവൻ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. എൻ്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുടുംബം നശിക്കുന്നല്ലോ. എൻ്റെ സമാധാനം പോയല്ലോ. കടം വന്ന് മൂടുന്നു. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കർത്താവേ, രോഗത്തിന് ചികിത്സയില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? ചികിത്സിച്ചിട്ടും ഫലം കിട്ടുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? യേശുവേ, ഞാനിതാ അഭയപ്പെട്ട് നിൻ്റെ മുമ്പാകെ വരികയാണ്. സകലാശയും കൈവിട്ട് ഇതാ ഞാൻ നിൻ്റെ തൃപ്പാദത്തിലേക്ക് വരികയാണ്. നിൻ്റെ തിരുമുൻപാകെ എൻ്റെ ജീവിതം ഞാൻ അടിയറ വയ്ക്കുകയാണ്. എന്നോട് നീ ഒന്ന് മനസ്സലിയണം. എന്നെ നീ ഒന്ന് തൊടണം. എന്നെ നീ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ പ്രിയപ്പെട്ടവരെ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കാമോ? യേശുവിനോട് വാക്ക് പറയാമോ? കർത്താവേ, ഇന്ന് നീ എന്നെ രക്ഷിച്ചാൽ ഞാൻ ഇന്നു മുതൽ നിൻ്റെ വകയായിരിക്കും. ഇന്ന് നിൻ്റെ തിരക്തവനെ എൻ്റെ മേൽ പുരട്ടിയാൽ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായിരിക്കും. ഇന്നു മുതൽ ഞാൻ സത്യവിശ്വാസിയായിരിക്കും. കർത്താവേ, ഞാൻ നിർമ്മല വിശ്വാസിയായിരിക്കും. ഞാൻ യേശുവിൻ്റെ വിശുദ്ധ വിശ്വാസിയായിരിക്കും. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനായിരിക്കും. ഇന്നു മുതൽ യേശുവേ, ഞാൻ നിൻ്റെ വകയായിരിക്കും. പാപത്തിൻ്റെ മേൽ അധികാരം ഉണ്ടാവുകയില്ല. പിശാചിൻ്റെ മേൽ യാതൊരു അവകാശം ഉണ്ടായിരിക്കുകയില്ല. സാത്താനോട് ഞാൻ യാത്ര പറയുകയാണ്. ദുഷ്ടപിശാചിനോട് യാത്ര പറയുകയാണ്. എൻ്റെ കുടുംബത്തെ വലയം ചെയ്തിരിക്കുന്നതായ ദുഷ്ടപിശാചിൻ്റെ കെണികളെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. എന്നേക്കുമായി സാത്താനെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷകനായ യേശുവിനെ ഞാൻ സ്വീകരിക്കുകയാണ്. യേശുവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഈ പാവപ്പെട്ട മനുഷ്യൻ ജീവിതം പരമേൽപ്പിക്കുകയാണ്. ഈ സാധു മനുഷ്യൻ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കിപ്പോൾ സമർപ്പിക്കാൻ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ, ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. യേശു ഇതാ കരുതിയിട്ട് നിൽക്കുകയാണ്. ആശയോടെ നിൽക്കുകയാണ്. മോനെ, നീ എന്തിനാണ് മടിക്കുന്നത്? മോളെ, നീ എന്തിനാണ് മടിക്കുന്നത്? താമസിക്കേണ്ട. ഇപ്പോൾ തന്നെ നിൻ്റെ ജീവിതം എൻ്റെ കരങ്ങളിലേക്ക് തരൂ. യേശു പറയുകയാണ്, ഇപ്പോൾ തന്നെ വൈകാതെ നിൻ്റെ ജീവിതം എൻ്റെ കരങ്ങളിലേക്ക് തരൂ. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്താം. ഞാൻ നിൻ്റെ ഹൃദയം മാറ്റിത്തരാം. നിൻ്റെ കുടുംബത്തിൽ ശാപങ്ങൾ മാറ്റിത്തരാം. നിൻ്റെ മക്കളിൽ ദോഷങ്ങൾ മാറ്റിത്തരാം. എല്ലാ തിന്മയും മാറ്റിത്തരാം. കുടുംബ സമാധാനമുള്ളതാക്കി തരാം. മോനെ, നീ എൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ ഭാവി നീ ഏൽപ്പിച്ചു തരൂ. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, പരിശുദ്ധ പിതാവേ, അടിയങ്ങളോട് മനസ്സറിയണമേ കർത്താവേ. അവിടുന്ന് ഈ ഉയർത്തിയ കരങ്ങളെ കാണുന്നുവല്ലോ. ഈ കരങ്ങളെ അവിടുന്ന് പിടിക്കണമേ കർത്താവേ. ദുരാത്മാക്കളുടെ ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ. ശാപദോഷങ്ങൾ മാറ്റണമേ കർത്താവേ. രോഗസൗഖ്യം അയക്കണമേ കർത്താവേ. നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. പാപം മാറ്റണമേ കർത്താവേ. പാവത്തിൻ്റെ എല്ലാ തിന്മകളും ദൂരീകരിക്കണമേ കർത്താവേ. ദുഷ്ടപിശാച അവകാശം പറയുന്ന എല്ലാവരും നീ മക്കളെ മോചിപ്പിക്കണമേ കർത്താവേ. എല്ലാവരെയും വിടുവിക്കണമേ. എല്ലാവരും സത്യസാക്ഷികളായി തീരേണ്ടയാക്കണമേ. എല്ലാവരും യേശുവിന് സാക്ഷികളായി എഴുന്നേൽപ്പിടേണ്ടയാക്കണമേ. എല്ലാവരും സത്യവിശ്വാസികളായി എഴുന്നേൽക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.